ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നേരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 മുതലുള്ള തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മനുഷ്യൻ്റെ ആത്മാവും കൂടെ ഒന്നായിത്തീരുന്ന ആ ഒരു വലിയ സന്ദർഭത്തിന്, ആ നിമിഷത്തിന് പറയുന്ന പേരാണ് പ്രാർത്ഥനയെന്ന്. ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ശരീരവും ആത്മാവുമാണ്. ശരീരവും ആത്മാവുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതും ഈ ശരീരത്തെക്കുറിച്ചും ഈ ആത്മാവിനെക്കുറിച്ചുമാണ്. എന്താണ് ശരീരം? എന്താണ് ആത്മാവ്? എന്തിനാണ് നമ്മൾ വില കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള നിമിഷങ്ങളിൽ ചിന്തിക്കാനായിട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, ശരീരത്തിനാണോ ആത്മാവിനാണോ നമ്മൾ വില കൊടുക്കേണ്ടത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് 1 കൊരിന്തോസ് 6-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ആ വചനം എഴുതാത്തത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നില്ലേ: കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ശരീരമായി തീരുന്നു. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വചനം എഴുതാത്തത്? നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ വരുമ്പം ഇതിനുള്ള ഉത്തരം കിടക്കുന്നുണ്ട്. ഇതാ, ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവവുമായി ഏക ആത്മാവായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാ, ഏതിലാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്? നമുക്കറിയാം, യേശുക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനം: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, ജീവൻ നിലനിൽക്കുന്നത് ഏതിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ തിരുവചനം വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന് കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ദൈവിക ജീവൻ നിലനിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവിലാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിലല്ല. ഇന്ന് പലപ്പോഴും ശരീരത്തിലാണ് ഈ ജീവൻ നിലനിൽക്കുന്നുള്ള തെറ്റിദ്ധാരണയിൽ ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി, ഈ ശരീരത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും. ഇതാ, ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ, ശരീരത്തിൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ ഇതാ നമ്മൾ ശരീരത്തിന് ആവശ്യമായതെല്ലാം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റുപാടും അനേകം മനുഷ്യർ രോഗികളായി കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ രോഗികളായി തീർന്നിരിക്കുന്നത് അമിതമായ ഭക്ഷണം മൂലമാണ്. അമിതമായ ഭക്ഷണം മൂലം ദൈവം നമുക്ക് സമ്പത്ത് നൽകുമ്പം, ദൈവം നമുക്ക് ഇതാ
ആവശ്യത്തിലധികം ധനം നൽകുമ്പം ഇത് നമ്മളുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അത് ഭക്ഷണമായാലും അല്ലെങ്കിൽ വസ്ത്രമായാലും മറ്റ് ജീവിത സൗകര്യങ്ങളായാലും ഇത് എനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനല്ല ദൈവം എനിക്ക് സമ്പത്തും സുഖസൗകര്യങ്ങളും നൽകുന്നത്, മറിച്ച് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ കൂടിയാണ് പലപ്പോഴും ദൈവം നമ്മളുടെ കൈകൾ ഈ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ചുറ്റുപാടുകളുമായി പങ്കുവയ്ക്കാൻ സാധിക്കാതെ ഇതാ അമിതമായി ഭക്ഷണം കഴിച്ച് ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തി ഇത് രോഗികളായി തീരുന്ന അനേക മനുഷ്യരെ നമ്മൾ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ വിചാരം ജീവൻ നിലനിൽക്കുന്നത് ഈ ശരീരത്തിലാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, ജീവൻ നിലനിൽക്കുന്നത് ആത്മാവിലാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവും മനുഷ്യൻ്റെ ആത്മാവും ചേർന്ന് ഒന്നായി തീരുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികത എന്ന് പറയുന്നത്. ദൈവം നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുന്നതും ഈ ആധ്യാത്മികതയിലേക്കും ഈ പുണ്യപൂർണ്ണതയിലേക്കുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരു കാര്യമാണ് ഈ മരണമെന്ന് പറയുന്നത്. 100 വയസ്സുള്ള അപ്പച്ചന്മാരോടോ അമ്മച്ചിമാരോടോ ചോദിച്ചാൽ പോലും അവർക്കിന്നും ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് മാറ്റപ്പെടാൻ ഭയപ്പെടുന്നവരാണെന്ന് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് മരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഈ മരണം? മരണമെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസ്ഥയ്ക്കാണ് മരണമെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് മാറുന്ന അവസ്ഥയ്ക്കാണ് മരണമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് സുറിയാനി സഭ മരണത്തെ വാങ്ങിപ്പോവുക എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല മരണം, മറിച്ച് അവൻ ഈ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് മരണമെന്ന് സുറിയാനി സഭ പറയുന്നത്. അപ്പം മരണം ശരീരവും ആത്മാവും തമ്മിലുള്ള സെപ്പറേഷനാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പം ശരീരവും ആത്മാവും ഒന്നായി തീർന്നിരിക്കുന്നു. എന്നാൽ മരണത്തിലൂടെ ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ട് രണ്ടായിത്തീരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ, എൻ്റെ ബോഡിയെ ഇതാ മാറി നിന്ന് കാണുവാൻ, മറ്റൊരു വ്യക്തിയുടെ കണ്ണിലൂടെ കാണുന്നത് പോലെ കാണുവാൻ എനിക്ക് സാധിക്കുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവസാനമല്ല, മറിച്ച് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസ്ഥയ്ക്കാണ് മരണമെന്ന് പറയുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാതെ നിലനിൽക്കുന്ന, എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടി അധ്വാനിക്കാൻ ദൈവം നമ്മളോട് പറയാറുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മളെല്ലാം നശിച്ചു പോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന, നശ്വരമായതിനു വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ അധ്വാനമെല്ലാം വ്യർത്ഥാവിലാക്കി നമ്മൾ കളയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, യഥാർത്ഥത്തിൽ നശിച്ചു പോകുന്നത് എന്താണ്, നിലനിൽക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 സംഗതികളാണ് ശരീരവും ആത്മാവും എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരു പൊള്ളലേറ്റാൽ, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ ശരീരത്തിൽ തീ കൊളുത്തിയാൽ ഈ ശരീരം കത്തി നശിച്ചു പോകും. അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ആയുധം ഉപയോഗിച്ച് നമ്മുടെ ഈ ശരീരത്തെ കുത്തി മുറിവേൽപ്പിച്ചാൽ ഈ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി ഈ ശരീരം ഇതാ എന്നേക്കുമായി നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ ആത്മാവിനെ നമ്മൾ തീ കൊളുത്തിയാൽ, ആത്മാവിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയാൽ ആത്മാവ് നശിക്കത്തില്ല. ആത്മാവിനെ കുത്തി പരിക്കേൽപ്പിച്ചാൽ ആത്മാവ് നശിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നശിച്ചു പോകുന്നത് ഈ ശരീരമാണ്. നശിക്കാതെ എന്നേക്കും നിലനിൽക്കുന്നത് ഇതാ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്,
ഇത് നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഈ ആത്മാവിന് വേണ്ടിയിട്ടാണ് ദൈവം കാത്തിരിക്കുന്നത്. ഈ ആത്മാവിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പം എനിക്ക് തോന്നാറുള്ളൊരു കാര്യമാണ്, സത്യത്തിൽ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പം ഇവരാരും ഈ ശരീരം നശിച്ചു പോകുന്നു എന്നുള്ള യാതൊരു ബോധ്യവുമില്ലാതെ ജീവിച്ചു പോകുന്ന വ്യക്തികളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, യഥാർത്ഥത്തിൽ നമ്മൾ അധ്വാനിക്കേണ്ടത് ഈ ആത്മാവിന് വേണ്ടിയിട്ടാണ്. ഈ ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അധ്വാനിക്കേണ്ടത്. ഇതാ, ഈ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങൾ രണ്ടും രണ്ടാണ് പ്രിയപ്പെട്ടവരെ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങൾ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ശരീരത്തിന് നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടായാൽ, തകരാറുണ്ടായാൽ നമുക്കറിയാം, നമ്മളത് പരിഹരിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കെമിക്കൽ വ്യതിയാനം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളാണ്, അല്ലെങ്കിൽ ശരീരത്തിലൊരു ക്രമക്കേടാണ് പലപ്പോഴും നമുക്ക് രോഗമെന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മളൊരു രോഗം വരുമ്പം നമ്മൾ കടന്നു ചെല്ലുന്നത് ഏതെങ്കിലും ഡോക്ടറുടെ അടുക്കലാണ്. ഈ ഡോക്ടർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് നൽകുന്ന മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത് വഴി ഈ ശരീരത്തിൻ്റെ മേഖലയിലുള്ള തകർച്ചകളെ അല്ലെങ്കിൽ ക്രമക്കേടുകളെ പരിഹരിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ മേഖലയിലുള്ള തകർച്ചകളെ, ആത്മാവിൻ്റെ മേഖലയിലുള്ള ക്രമക്കേടുകളെ ഇതാ അതിനെ വീണ്ടും ക്രമീകരിക്കാൻ, അതിനെ വീണ്ടും പുതുതാക്കാൻ ഇതാ ഈ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾ ആരെങ്കിലും മാരുതിയുടെ കമ്പനിയിൽ നിന്ന് ഒരു മാരുതിയുടെ കാറ് വാങ്ങിച്ചാൽ, മാരുതി സ്വിഫ്റ്റ് കാറ് മേടിച്ചെന്ന് വിചാരിക്കുക. ഈ കാറ് നിങ്ങൾ മേടിച്ച് നിങ്ങൾ ഉപയോഗിച്ചു. കുറേ നാൾ കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. നിങ്ങൾ ആരെങ്കിലും മാരുതി കമ്പനിയുടെ വാഹനം ടൊയോട്ടോയുടെ കമ്പനിയിൽ സർവീസിന് കൊണ്ടുപോകാറുണ്ടോ? ആരും കൊണ്ടുപോകാറില്ല. കാരണം അവർക്കറിയില്ല ആ വാഹനം എങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടതെന്ന്. ടൊയോട്ടോ കമ്പനിക്കാരന് ടൊയോട്ടോയുടെ വണ്ടികൾ മാത്രം സർവീസ് ചെയ്യാനുള്ള ടൂൾസും ആ വണ്ടിയിൽ ഒഴിക്കാനുള്ള ഓയിലുകളും അതിനുള്ള സജ്ജീകരണങ്ങളും ആ വണ്ടിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മെക്കാനിക്കുമാരും മാത്രമേ അവരുടെ വർക്ക്ഷോപ്പിലുണ്ടാകത്തുള്ളൂ. എന്നാൽ മാരുതിയുടെ വണ്ടിയുടെ കേടുകൾ പരിഹരിക്കണമെങ്കിൽ അത് നിർമ്മിച്ചവർ തന്നെ, അത് നിർമ്മിച്ച കമ്പനിക്കാർക്ക് മാത്രമേ അതിൻ്റെ തകർച്ചകളെയും അതിൻ്റെ ക്രമക്കേടുകളെയും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ആത്മാവായതുകൊണ്ട്, ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ആത്മാവിലുണ്ടാകുന്ന എല്ലാ കറകളും, നമ്മുടെ ആത്മാവിൻ്റെ മേലുണ്ടാകുന്ന എല്ലാ ക്രമക്കേടുകളും ഈ ഭൂമിയിൽ പരിഹരിക്കാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങൾ രണ്ടും രണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ഇഷ്ടങ്ങളും ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളുമുണ്ട്. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ വേറെയാണ്, ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. ഒരിക്കലും ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് ചേർന്ന് പോകുന്നതല്ല ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വൈരുദ്ധ്യമെന്ന് പറയുന്നത്. ശരീരവും ആത്മാവും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്നിച്ചാണെങ്കിലും ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളും ആത്മാവിൻ്റെ ഇഷ്ടങ്ങളും എന്നും തമ്മിൽ എതിർക്കുന്നതാണ് പ്രിയപ്പെട്ടവർ. ഇത് തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോകുന്നതല്ല. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറയുകയാണ്, ആകയാൽ സഹോദരരെ, ജഡീക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡീകരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 തൊട്ടുള്ള തിരുവചനങ്ങളിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ അതിനർത്ഥം ഈ ശരീരവും ആത്മാവും ഈ ഭൂമിയിൽ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്.
നമുക്കറിയാം, ഈ ഭൂമിയിലായിരിക്കുമ്പം ശരീരത്തെ ആത്മാവിനെയും നിങ്ങൾ ആരെങ്കിലും രണ്ടും രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. ശരീരവും ആത്മാവും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുമിച്ചാണ്. പക്ഷേ ഇതിൻ്റെ ഇഷ്ടങ്ങൾ രണ്ടും രണ്ടാണ്. ശരീരത്തിന് എന്താണ് ഇഷ്ടമെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഭക്ഷണം. ശരീരം നിലനിൽക്കാൻ തന്നെ ആവശ്യമാണ് ഭക്ഷണം. നമുക്കറിയാം, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഒരു 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആകപ്പാട് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ സമനില തെറ്റാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഭക്ഷണം. ഈ ശരീരത്തിൽ ഈ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം ആവശ്യമാണ്. പിന്നെ ശരീരത്തിന് ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ് ഉറക്കം. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജോലിയുടെ ആ ഒരു ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അനേകം യുവാക്കന്മാരെ എനിക്ക് ഈ കാലയളവിൽ കണ്ടുമുട്ടാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. തങ്ങളുടെ ഉറക്കം ഉപേക്ഷിച്ച് തങ്ങളുടെ ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന യുവാക്കന്മാർ. പ്രിയപ്പെട്ടവരെ, ഉറക്കം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. നമുക്ക് വേണ്ട രീതിയിൽ ഉറക്കം കിട്ടാതിരുന്നാൽ ശരീരം തളർന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് സെക്സ് എന്ന് പറയുന്നത്. ശരീരം എന്നും ഈ ജഡീക സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്: 1 ഭക്ഷണം, 2 ഉറക്കം, 3 ജഡീക സുഖങ്ങളെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് 3ഉം എന്നും ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം, അല്ലെങ്കിൽ നമ്മളൊക്കെ കുമ്പസാരിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കുറേ പാപങ്ങളെന്ന് പറയുന്ന ഇതാണ്. 1 ഭക്ഷണാസക്തി. ഉപവസിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, നമ്മളിന്നൊരു ഉപവാസം പ്രഖ്യാപിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു നല്ല ഭക്ഷണം വന്നാൽ ആ ഭക്ഷണം കഴിക്കാനാണോ ഉപവസിക്കാനാണോ സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയും ഭക്ഷണം കഴിക്കാനാണ്. കാരണം എന്താണ്? നമ്മുടെ കുഴപ്പമല്ല, ഈ ശരീരത്തിന് ഭക്ഷണത്തോട് അത്ര വലിയ ഒരാഗ്രഹം കിടക്കുകയാണ്, ഒരു അറ്റാച്ച്മെൻറ്റ് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഉറക്കം. നമുക്കറിയാം, ചില മനുഷ്യരൊക്കെ എത്ര ഉറങ്ങിയാലും, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരി വന്നിട്ട് പറയുകയായിരുന്നു, അവരുടെ കുടുംബത്തിൽ ഭർത്താവും 2 മക്കളുമാണ്, 2 ആൺമക്കളാണ്. ഭർത്താവ് ഒരു ജോലിയും ചെയ്യത്തില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കം. ഈ സ്ത്രീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആണ് ഈ 2 ആൺമക്കളെയും ഈ ഭർത്താവിനെയും നോക്കുന്നത്. ആ സ്ത്രീ എന്നോട് പറഞ്ഞിങ്ങനെയാണ്: അച്ഛാ, എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നാറില്ല, എനിക്ക് 3 ആൺമക്കളുണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. കാരണം ഈ സ്ത്രീയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ ഭർത്താവ് മുഴുവൻ സമയവും കിടന്ന് ഉറങ്ങി സമയം കളയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, ചിലരിതുപോലെയാണ്. ശരീരം ഉറക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്നാണ് ജഡീക പാപങ്ങൾ. നമുക്കറിയാം, ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് പരീക്ഷിക്കുന്നത് ജഡീക പാപങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടാണ്. മനുഷ്യൻ്റെ വിരൽ തുമ്പിപ്പോലും ഈ പാപങ്ങൾക്കുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതാ മനുഷ്യനെ വീഴിക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണിതെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ശരീരം ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ: 1 ഭക്ഷണം, 2 ഉറക്കം, 3 സെക്സ്. ഇത് 3ഉം ശരീരം ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാണിത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ആത്മാവിൻ്റെ ഇഷ്ടം? പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, ആത്മാവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ ആത്മാവുമായി സംയോജിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. ഇതാ വചനം പറയുന്നുണ്ട്, അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവം സൃഷ്ടിച്ച ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം സൃഷ്ടിച്ച് നമ്മളിലാക്കിയ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഈ മനുഷ്യാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി ഒന്നായി ചേരുന്നതിലാണ് അതിന് ഏറ്റവും വലിയ ആനന്ദമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവുമായി ഒന്നായി തീരാൻ ഒരു മനുഷ്യാത്മാവിനെ തടസ്സപ്പെടുത്തുന്നതെന്ന് പറയുന്നത്
അവൻ്റെ ഉള്ളിലുള്ള അശുദ്ധിയാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഒരു ആത്മാവ്, വിശുദ്ധിയാണ് സത്യത്തിൽ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഈ വിശുദ്ധമായ ആത്മാവോടു കൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ വിലയം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവോടുകൂടി ഒന്നായി തീർന്ന ഏക ആത്മാവായി തീരാൻ ഇതാ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമാണ്. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ശരീരമാണ്. എന്നും ശരീരത്തിൻ്റെ പ്രവണതകൾ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ഇതാ മന്ദീഭവിച്ചുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ജഡത്തിൻ്റെ പ്രവണതകൾ മൂലം ആത്മാവിന് വേണ്ട രീതിയിൽ വളർന്ന് ദൈവകൃപയിലേക്ക് വളരാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ആത്മാവിൻ്റെ ഇഷ്ടങ്ങളും ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളും തമ്മിൽ എന്നും ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ യുദ്ധം നടക്കുന്നത് പോലെയാണ്. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളും ആത്മാവിൻ്റെ ഇഷ്ടങ്ങളും തമ്മിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഇഷ്ടം ഭക്ഷണവും ഉറക്കവും ജഡീകതകളുമാണെങ്കിൽ ഇതിനെ കീഴടക്കാൻ, ഇതാ ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഉപവാസം, അതോടൊപ്പം തന്നെ ഉറക്കം നഷ്ടപ്പെടുത്തി ഇതാ യാത്രയുടെ യാമങ്ങൾ എഴുന്നേറ്റുള്ള പ്രാർത്ഥന, അതോടൊപ്പം തന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഉള്ള തീരുമാനം, ഇതെല്ലാമാണ് ഇതാ ആത്മാവിൽ വളരാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ കീഴടക്കി ആത്മാവിൽ ശക്തി പ്രാപിച്ച് ആത്മാവിൽ വളരാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.